വളയിട്ട കൈ കൊണ്ടാണെങ്കിലും ഇടിക്കൊരു മയം ഉണ്ടായില്ല. എന്തിനാണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വന്നു. നീ ഇവിടെ ഇരിക്കേ. നീ പോയി ഒരു ചായ എടുക്ക. നീ ചായ കുടിച്ചതല്ലേ? പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്ന് വെറുതെ പറയാ. ഇത്തിരിക്കോളം കഞ്ചാവ് സൂക്ഷിച്ചേനാ അപ്പുറത്തെ ഭാസ്കരനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുറ്റിക്കളിക്കണം. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അടിക്ക് കുറവില്ലെങ്കിലും തെറിക്ക് കുറവുണ്ട്. അതാ ഒരു സമാധാനം. നിന്നെ അവരൊരുപാട് തല്ലുവേടാ. ഒരു പുറമെ തല്ലി ചെറുക്കാനല്ലേ അവർക്ക് പറ്റൂ. ചങ്ക് കുത്തിപ്പറിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനകത്തിലുള്ള നീയുള്ളത് ചത്താലും ഞങ്ങളൊറ്റില്ല. ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ. ഇനി നിങ്ങളെ തല്ലാൻ അവളുടെ കൈപ്പുമില്ല. മിഴിച്ചേക്കാതെ ആവി കുറയ്ക്കടി. എടി കുറയ്ക്കാൻ എന്റെ അണ്ടാടാകം വരെ പൊള്ളുന്നു. അവരത് ചെയ്യില്ല പണിക്കരെ. ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേവുണ്ടാവുന്നത് നല്ലതാ. പോലീസിന്റെ ഇടികൊള്ളൻ ആ പാവങ്ങളും ആദ്യം പിടിച്ച് രക്ഷിക്കാൻ ഈ പണിക്കരും അത് കലക്കിണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് വന്നാലോ? അയ്യോ എന്റെ പൊന്നാണ്ടവ, ഒന്ന് നിർത്ത്. ഇനി വെച്ചാൽ ഞാൻ ഉടഞ്ഞു. പിന്നെ ഉപ്പിട്ട് കോരിയാ മതി. പുതിയ SI ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിൽ ഇറക്കി റെയ്ഡ് നടത്തിയല്ലേ? അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർനോർത്തിക്കുള്ള മിഠായി ഞാൻ കൊടുക്കണ്ട്. പക്ഷെ ഇനി പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ പണിക്കരെ ഇത് അവസാനത്തെ വാണിങ്ങ. അല്ലെങ്കിൽ പതച്ച തമ്പുരാനാണ്. അവൻ പാടുപെടും, പാടുപെടും. എന്തൊക്കെ പതിവില്ലാണ്ടൊരു വെളിച്ചം. വാ തുറക്കാൻ. എന്താണോ തന്റെ തൊണ്ടയിൽ ഓട്ടിറഞ്ഞു പോയോ? ഈശ്വര, ഇവിടെയും താമസക്കാരെത്തിയോ? അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഇപ്പൊ മുഴുവൻ മരുന്നും താൻ കുടിക്കണ്ട. തന്റെ സൂക്കാട് പെട്ടെന്ന് മാറും. അത് ശരിയാവില്ലല്ലോ. ചന്ദ്ര, അച്ഛന് മരുന്ന് കൊടുത്തല്ലോ അല്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാനിത് മുടക്കോ? സോറി അച്ഛാ, ഇത്തിരി ലേറ്റായി. ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും വന്നു ഓരോ മാരണങ്ങള്. പക്ഷെ ഇന്ന് ശരിക്കും അച്ഛന്റെ മോളുടെ ദിവസമായിരുന്നു. ദ ഡേ ഓഫ് ഇൻസ്പെക്ടർ ശ്രീരേഖ. അപ്പൊ ഇന്ന് മുതൽ കള്ളന് കാവല് പോലീസായി നർത്തം. സ്റ്റേഷനിൽ ആദ്യത്തെ വിസിറ്റർ ആരായിരുന്നെന്ന് അറിയോ? പഴയ പണിക്കര് സാറ്. എന്റെ കണ്ണു വല്ലതും കണ്ടാവോ? അയാൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ അച്ഛാ? അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്നു. വിത്ത് പ്രൊമോഷൻ, CI. വേണ്ട രീതിയിൽ ഫേവർ ചെയ്ത് നിന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന ഭീഷണി. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കലക്കി. എന്നിട്ടായിരുന്നു റിയൽ പെർഫോമൻസ്. ആണ്ടവന്റെ ഒളിത്താവളം ഉണ്ടല്ലോ ചേരി, അവിടെ ഒരു റെയ്ഡ്. ആണ്ടവന്റെ ശരിക്കുള്ള താവളത്തിലെ മോളെ നീ ഇപ്പൊ കയറി കഞ്ഞി വയ്ക്കുന്നത്? അച്ഛൻ നോക്കിക്കോ, ഒരു കാര്യം ഉറപ്പാ, അവൻ എവിടെ കയറി ഒളിച്ചാലും ഒരു ദിവസം എന്റെ കയ്യിൽ പെടും. നീ പെടാപാടുപെടും. ഞാൻ ഈ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് മോളെ. എന്റെ ആദ്യ ദിവസം ഞാൻ മോശമാക്കിയില്ലല്ലോ ഗംഗാധരൻ പോലീസ്. ഇന്ന് പൗഡർ ഇട്ടില്ലേ ചന്ദ്ര? ഇട്ടു. അച്ഛന്റെ പുറത്ത് പൗഡർ ഇട്ടില്ലേന്ന് മറന്നു. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല. ഇങ്ങോട്ട് വരാൻ പതുക്കെ. ദേവരുടെ സ്വത്തും വരുമാനവും ദേവസ്വത്തിലേക്കുള്ളതാ.
എന്നുവെച്ചാ അമ്പലത്തിന്റെ നടത്തിപ്പിന്. അത് പണിക്കർക്കും കുടുംബത്തിനും പറ്റിവിടുങ്ങാനുള്ളതല്ല. അവരോട് തേവര് തന്നെ ചോദിച്ചോളൂ. നിങ്ങൾ നാളെ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട. ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിനോട് ഇറങ്ങി പോകേണ്ടി വരും. ആയിക്കോട്ടെ ഭവാനി, കടത്തിനെ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല. കള്ള് കാച്ചോടം പോലെ തന്നെ അമ്പലമൊന്നും വിചാരിക്കാൻ പാടില്ല. സ്റ്റേഷനിലേക്ക് ഒത്തിക്കൊത്തി നീ അമ്പലത്തിൽ കയറി കൊട്ടാൻ തുടങ്ങിയല്ലടാ. സാർ എന്തായി പറയുന്നേ? ആഹാ, കൊട്ടം കളിക്കാ. അയ്യോ, അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേരെ കൊണ്ടുപോകരുത്. ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചത് പോരായിരിക്കും അല്ലേ? എന്റെ ദൈവമേ. മോനെ, ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ അവതാരത്തിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്തിട്ട് നീ അങ്ങനെ വലിയ ആളാണ്ടട്ടാ കള്ളന്റെ മോനെ. വേണ്ട മുരുക, വേണ്ട. മൊട്ടയെന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും തന്തയുടെ പണി തുടങ്ങി അല്ലടാ നായിന്റെ മോനെ. എന്താ സാറേ ഈ കാണിക്കുന്നത്? എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? ആ അത് ശരി. അപ്പൊ മോന്റെ കൊടവലികാരൊന്നും അറിഞ്ഞില്ല. എവിടെയാ സ്കൂൾ ബാഗ്? മോനെ മോനെ. ആഹാ, ഇയാള് കൊള്ളാമല്ലോടാ. മോനെ. ഇതെവിടുന്നാടാ? മോനെ. എനിക്കറിയില്ല അമ്മേ. പണിക്കരുടെ മോന്റെ മാലയായത്. ഇത് മോൻ കെട്ടതോ അതോ തന്ത ചട്ടത് കൊണ്ട് മോനെ കൊണ്ട് കട്ടടിപ്പിച്ചതോ? പറയടി. ആ ദിവസത്തിന് ശേഷം ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞ ഓരോ രാത്രിയും ഞാൻ എന്റെ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. നല്ലവനാകാനുള്ള 3-4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മുരുകൻ ലോകത്തിന്റെ മുമ്പിൽ പയറ്റി തെളിഞ്ഞ കള്ളൻ. എന്ന് ആര് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അറിഞ്ഞോടെ നിന്നെ. നീ വാ. ഇല്ലമായ കുട്ടി, എന്റെ നഷ്ടങ്ങൾ വലുതാ. എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരാൾക്ക് ദൈവം നേരിട്ട് കൊടുത്തു. കടപുഴകി വീണില്ലേ ഗംഗാധരം പോലീസ്. ഇനിയുള്ളത് അവരാ. ആ പക ഒറ്റത്തച്ചിന് തീരില്ല. പണിക്കിരും മക്കളുമാണ് ശരിക്കുള്ള പെരിങ്ങള്ളന്മാരെന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ആണ്ടവൻ കക്കും. അവരെ ഞാൻ കട്ടും മുടിക്കും അതിനെ. കള്ളൻ എന്ന പേരിന്റെ സങ്കടം എന്താണെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. നീ ഒലത്തും ജീവനോടെ നിർത്തി പുഴുങ്ങുമ്പോഴുള്ള വെപ്രാളം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അച്ഛനൊന്ന് ക്ഷമിക്ക്. എന്തായാലും വെന്തു. അപ്പൊ പിന്നെ 6 വരെ കാക്കണോണ്ട് എന്താ കുഴപ്പം? ഇതെനിക്ക് വിട്ടേക്ക്. കുറെ കാലം അച്ഛൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോലീസുകാരും ഗുണ്ടകളും ഒത്തുപിടിച്ചതല്ലേ. എന്റെ കുഴി വന്ന് വീഴാൻ അവന് യോഗം. ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ, അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാം. എന്താ അച്ഛന് പേടിയുണ്ടോ? പണ്ടങ്ങാണ്ട് മുമ്പിൽ ചെന്ന് വിട്ടപ്പോ ഇവന്റെ ഒരു വാരിയല്ല ഇളക്കി വിട്ടതാ ആണ്ടവൻ. കറക്റ്റ്. കുനിഞ്ഞ് ഷൂസിന്റെ നൂല് കിട്ടുമ്പം ഇപ്പോഴും വരുമോ അവനാ വേദന? അതെ. അയ്യോ, മൊബൈൽ അടിക്കാനോ അർമാന്തിച്ച് കിടക്കാനോ അല്ല. നിന്നെ കൊണ്ട് എന്താടാ പ്രയോജനം? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എല്ലാ പണക്കാരുടെ വീട്ടിലും നീ എന്തിനാ ഇതുപോലെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടുന്നത്? എന്റെ പൊന്നുമോൻ ഷർട്ടും പാന്റ് ചുള്ളിക്കണ്ടിട്ട് അങ്ങോട്ട് മാറിയുന്ന മൊബൈൽ അടിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവൻ ഏത് നേരത്തെ സദാശിവ, ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് മാറ്റി കിട്ടിയത്. അപ്പോഴേക്കും ഇടയ്ക്കേറി വന്നില്ലേ ഒരു വനിതാ ഇൻസ്പെക്ടർ ശ്രീരേഖ. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സത്യവതി. പരാതി കൊടുക്കാൻ ചെന്നപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അറിയാം, അവള് ഗംഗാധരം പോലീസിന്റെ മകളല്ലേ. ആ തന്തയുടെ ഉശിരൽപ്പം കാണും. ഇപ്പോഴാ മത്സരത്തിന്റെ സർക്കിൾ പൂർത്തിയായത്. ചെറുപ്പം മുതൽ എനിക്ക് അവനിവിടെ അവളുണ്ട്. ഇപ്പോ ഇവിടെയും. സീമോനെ, അത്താഴം മുടക്കാൻ നീർക്കോലിയും മതി. അതെ, പക്ഷേ വെറും നീർക്കോലിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ? അതും പട്ടാപ്പകല് 4 പേര് കാണുക. ശരി സർ. മാഡം,
ഗീതാ തിയേറ്ററിൽ ഷോ നടത്താൻ ആരൊക്കെ സമ്മതിക്കില്ല എന്ന് പരാതിയുണ്ട്. കമോൺ. എന്താ പ്രശ്നം? 50 ഫ്രീ ടിക്കറ്റ് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാനേജർ തല്ലു. ഇപ്പൊ ആർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൗണ്ടറിന് മുമ്പിൽ ഇരിക്കുക. എല്ലാം കഴിഞ്ഞ് വെറുതെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ മാത്രം പറ്റും. അതാദ്യം മനസ്സിലാക്ക്, എന്നിട്ടിറങ്ങിപ്പോ സാഹസത്തിന്. താനിപ്പോ അവിടെ ചെന്ന് നടത്തിയ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന് ക്രമസമാധാന പാലനോ നല്ല പറയാ. SI എന്ന ഹുങ്കുകൊണ്ടുണ്ടായ വങ്കത്തരം. സർ, എന്റെ കൂടെ വേറെയും ഉണ്ടായിരുന്നു പോലീസുകാര്. നാട്ടുകാരിൽ ഒരാളായി മിഴിച്ചു നിന്നതല്ലാതെ ഇവരാരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല. സാമാന്യ ബോധം എന്താണെന്ന് അവർക്കറിയാം. സർ, പോലീസിനെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞതാ. ആ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. എന്നിട്ട് എന്തായി? പട്ടാപ്പകല് വനിതാ SIയെ തെരുവുകൊണ്ട് റേപ്പ് ചെയ്തു എന്ന് പത്രത്തിൽ അച്ചടിച്ചു വരാത്തത്. ഒരു ഭാഗം തളർന്നു കിടക്കുന്ന തന്റെ തന്തയുടെ കുരുത്തം. സർ, പ്ലീസ് സ്റ്റോപ്പ്. ടൈസൺ ജോർജ് എന്ന തെരുവുകൊണ്ട പോലീസിന് നേരെ കൈ ഉയർത്തിയെങ്കിൽ അത് ആരുടെ ഒത്താശയെ സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഓഹോ, എങ്കിൽ ചെല്ല്, അവനെ പിടിച്ച് ലോക്കപ്പിലിട്. അങ്ങനെ തെളിയിക്ക് കാക്കിയിട്ട പോലീസിന്റെ ഉശിര്. ചന്തമുക്കിൽ മീൻകച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളുടെ വായാടിത്തം മാത്രം പോരാ പെങ്ങളെ, ഇൻസ്പെക്ടർ ചമയാനുള്ള യോഗ്യതയ്ക്ക്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ പഴയ പോലീസ്? തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മനോമൂത്രവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ് ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 1,800 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരം നോക്ക് തരാൻ മേല. അവള് പോലീസായെങ്കിൽ ഞാൻ പൗരനാണോ? അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ? തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശാല്ലേ? അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ? ഇപ്പൊ തരാം. തരാവേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലല്പ ചെളിയിരിക്കുന്നത് നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ കിട്ടിയത്. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ അങ്ങനെ. ഓ, ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി. അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ? ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും, ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ.